ഹലോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. ഇന്നത്തെ ഇവിടെ നിന്നുള്ള യാത്രയെന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ മലേഷ്യയിലേക്കാണ്. അതിമനോഹരമായ ബീച്ചുകളും അമ്പരച്ചുംബികളായി നിൽക്കുന്ന അതിമനോഹരമായ കെട്ടിടങ്ങളുമൊക്കെയുള്ള ഒരു അടിപൊളി രാജ്യം. ഈ രാജ്യത്തിൽ നമുക്കെങ്ങനെ ഈസിയായി പോകാം, എത്ര രൂപ ചിലവ് വരും, എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ള എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീ പോണോ? ടാറ്റ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാം. ഓ ബൈ ബൈ ടാറ്റ. ഡേറ്റ് വരുന്നത് 12:30 12:25. അപ്പോൾ ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ചെക്കിങ്ങിനായി. അപ്പോൾ നമ്മളിനി അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അകത്ത് കയറാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴത്തേക്കും തന്നെ ലൈൻ നല്ല തിരക്കായി ഉണ്ടോ. പിന്നെ മൊത്തം നല്ല തിരക്കാണ്. എല്ലാവരും ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ അവിടെ എവിടെയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടേത് 2 തൊട്ട് 8 വരെയുള്ള കൗണ്ടറിനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് എന്ത് ചെയ്തു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എമിഗ്രേഷൻ കൗണ്ടറിലോട്ട് പോകണം. പക്ഷേ അതിനു മുമ്പ് അവർ പറഞ്ഞു ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അവർക്ക് ബാഗേജിൻ്റെ എന്തൊക്കെ നോക്കാൻ വേണ്ടിയാണ്. ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം, എമിഗ്രേഷനിലോട്ട് പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ വന്ന് പോസ്റ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് ട്രിവാൻഡ്രം എയർപോർട്ടിനകത്ത്, ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്തുള്ളതാണ് കേട്ടോ ഒരു കഥകളി സ്റ്റാച്ചു. ഇങ്ങനെ നമ്മളെ എമിഗ്രേഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ട് നേരെ അകത്ത് കയറി നമുക്ക് ഗേറ്റ് നമ്പർ 1 നമ്മളിനി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരു 1.5 മണിക്കൂറോളം നമുക്കിനി നമ്മൾ വെയിറ്റ് ചെയ്താലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നമ്മുടെ ഫ്ലൈറ്റ് വരത്തുള്ളൂ കേട്ടോ. നമുക്ക് മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഇന്ത്യയിൽ നിന്ന് നമുക്ക് പോകുന്നതിന് വിസയുടെ ആവശ്യം നമുക്കില്ല. നമുക്ക് വെറുതെ എന്ത് ചെയ്യാം, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മലേഷ്യയിലോട്ട് പോകാൻ പറ്റും. പക്ഷെ നമുക്കതിനകത്ത് 1-2 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ 1-2 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യയിലോട്ട് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് നമുക്ക് മിനിമം 6 മാസം വാലിഡിറ്റിയുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടാകും. എല്ലാവർക്കും പാസ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇല്ലാത്തൊരു പാസ്പോർട്ട് എടുക്കുക കേട്ടോ. മിനിമം 6 മാസത്തെ വാലിഡിറ്റി പാസ്പോർട്ടിനുണ്ടാവും. നമുക്ക് മലേഷ്യക്ക് പോകാൻ വേണ്ടിയാണെങ്കിൽ ട്രിവാൻഡ്രത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഡയറക്റ്റ് ഫ്ലൈറ്റും ഉണ്ട്, അല്ലാതെ ലേ ഓവറുള്ള ഫ്ലൈറ്റും ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരിടത്ത് പോയി നിന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ തായ് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അതൊരു നമ്മളൊരു 1 മാസം അല്ലെങ്കിൽ 2 മാസം ഗ്യാപ്പിട്ട് നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും. എനിക്ക് ഒരു 6,000-7,000 രൂപ റേഞ്ചിനൊക്കെയാണ് എനിക്ക് എന്ത് ചെയ്തത് ടിക്കറ്റ് കിട്ടിയത്. നമുക്ക് അത് 5,000 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലൈറ്റ് നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ലഗേജ് എത്ര ഉണ്ട് എന്നുള്ളതുകൂടി നമ്മൾ ചെക്ക് ചെയ്യാം. മിക്കവരും ആർക്കും പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വരുമ്പോഴായിരിക്കും നമുക്ക് എക്സ്ട്രാ ലഗേജ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ ലഗേജിന് വേണ്ടിയുള്ള പേയ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിഗോ ഉണ്ട്, ഗോയബീഗോ ഉണ്ട്. പിന്നെ അതാത് ഫ്ലൈറ്റിൻ്റെ തന്നെ കുറേ എന്തായാലും അവരുടെ സൈറ്റ് തന്നെ ഉണ്ട്. അതുവഴിയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏജൻസി വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏത് റേറ്റിനാണോ കിട്ടുന്നത് ആ സൈറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് എമിഗ്രേഷനിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അവർ മസ്റ്റായിട്ട് മലേഷ്യക്ക് പോകുമ്പോഴത്തേക്ക് അവർ ചോദിക്കും. എന്നോടും അതെന്ത് ചെയ്തിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ചോദിച്ചു. പിന്നെ നമ്മൾ മലേഷ്യക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് കേട്ടോ. അതൊരു മെയിൻ പർപ്പസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പല സൈറ്റുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് താമസിക്കാനുള്ള ഹോട്ടലുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഹോട്ടൽസ് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏജൻസി വഴി വേണമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടായാലും ബുക്ക് ചെയ്യാം. അതിന് അഗോഡയുണ്ട്, മേക്ക് മൈ ട്രിപ്പുണ്ട്, പിന്നെ booking.com ഉണ്ട്. അങ്ങനെ കുറേ ഓൺലൈൻ സൈറ്റുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഏതിലാണോ കിട്ടുന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, റൂം ബുക്ക് ചെയ്യുക. റൂം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി സ്റ്റാർ റേറ്റിംഗ് ഉള്ള റൂംസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മലേഷ്യയിൽ നമുക്ക് വലിയ റൂമിനൊന്നും വലിയ എക്സ്പെൻസ് നമുക്ക് വരാറില്ല. ഒരു 1000, 1200, 1500 റേഞ്ചിനൊക്കെ നമുക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റോടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റൂം
കിട്ടും. അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൂംസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സോളോ ട്രാവലൊക്കെ പോകുന്നവർക്ക് ഡോർമിറ്ററി പോലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതാണോ അതിന് ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യുക. ഞാൻ ബുക്ക് ചെയ്തത് എല്ലാം അഗോഡ വഴിയാണ് ഞാൻ സാധാരണ റൂമുകളെല്ലാം ബുക്ക് ചെയ്യാറുള്ളത്. ഈ ട്രിപ്പിന്, മലേഷ്യൻ ട്രിപ്പിന് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് തന്നെ എനിക്ക് റോയൽ സ്കൈ ഹോളിഡേയ്സ് ആണ് എനിക്ക് എന്ത് ചെയ്തത്, റൂമെല്ലാം എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. നമ്മൾ ഏതൊക്കെ സ്ഥലത്തിലാണ് പോകുന്നത്, ഇപ്പോൾ നമ്മൾ മലേഷ്യയിൽ കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ. ആ സ്ഥലങ്ങളുടെയൊക്കെ ഇപ്പോൾ ഒരു 6-7 സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളുടെ സറൗണ്ടിങ്ങിൽ എവിടെയെങ്കിലും, അതിനടുത്ത് എവിടെയെങ്കിലും നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ട്രാവലിങ്ങിന് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ നിങ്ങൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധയിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ള സിറ്റിസൺസിന് മലേഷ്യയിലോട്ട് വരുന്നതിന് നമുക്ക് വിസയുടെ ആവശ്യമില്ല. അപ്പോൾ അതിന് പകരം മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക. അതായത് അതിനകത്ത് നമ്മുടെ പാസ്പോർട്ടിലെ പേര്, നമ്മുടെ പാസ്പോർട്ട് നമ്പർ, എന്നാണ് ഡേറ്റ് ഓഫ് അറൈവൽ, എന്ന് നമ്മൾ തിരിച്ചു പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, അതിനകത്ത് മെൻഷൻ ചെയ്യുക. അതൊരു സൈറ്റ് ഉണ്ട്, നമ്മൾ വരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടും. അതും കൊണ്ട് നമ്മൾ വേണം എന്ത് വരാൻ, മലേഷ്യയിലേക്ക് വരാൻ. പിന്നെ നമുക്ക് മലേഷ്യയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ആവശ്യം. അത് സാധാരണ എമിഗ്രേഷൻ കൗണ്ടറിൽ അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രാവൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പോയാൽ നമുക്കത് മറ്റു രാജ്യമല്ലേ, അപ്പോൾ നമ്മുടെ പൈസ പോലെയല്ല, ഇത് നമ്മളെ ഹോസ്പിറ്റൽ ചിലവായാലും ബാക്കിയുള്ളതൊക്കെ ആയാലും നമ്മളെ ഇവിടത്തേനേക്കാളും ഭയങ്കര എക്സ്പെൻസാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിന് റിലയൻസിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്, ICICIയുടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മളൊന്ന് എടുക്കുന്നത് നല്ലതാണ്. അതിന് വലിയ എമൗണ്ട് ഒന്നും ആവത്തില്ല. $1,00,000 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 600-700 രൂപയ്ക്കകത്ത് മാത്രമേ ആകത്തുള്ളൂ. ഞാൻ എടുത്തതെന്ന് പറയുന്നത് റിലയൻസിൻ്റെ ഇൻഷുറൻസാണ് ഞാൻ എടുത്തത് കേട്ടോ. ഞാൻ 10 ഡേയ്സിന് കണക്കാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ദിവസമാണോ പോകുന്നത് അത്രയും ദിവസത്തേക്ക് കണക്കാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻഷുറൻസ് കവറേജ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 7 ദിവസമേ ഉള്ളൂ എങ്കിൽ 7 ദിവസത്തേക്ക്, അല്ലെങ്കിൽ 10 ദിവസമാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തേക്ക് കണക്കാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് എമിഗ്രേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഫ്ലൈറ്റ് റൈറ്റ് ടൈമിന് തന്നെ എത്തിയായിരുന്നു. പക്ഷേ ഇറങ്ങിയെടുത്തുനിന്ന് കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ എമിഗ്രേഷൻ കൗണ്ടറിലെത്താൻ. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് വന്ന കുറച്ച് പേര് ഞങ്ങളെയും കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നേരത്തെ ഫ്ലൈറ്റിന് വന്നതായിരുന്നു. 6 മണിക്ക് ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിൽ അവരെത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ എമിഗ്രേഷനും കഴിഞ്ഞിട്ട് ഇനി അവരെ ഒന്ന് കാണണം. മൊബൈൽ എന്ന് പറയുന്ന ഒരു സിം കാർഡ് മേടിച്ചായിരുന്നു കേട്ടോ. 25 റിംഗറ്റ് ആയിരുന്നു. അൺലിമിറ്റഡ് ഡേറ്റ 7 ഡേയ്സിനാണ് അത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സിമ്മൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ മലേഷ്യക്ക് പുറത്തിറങ്ങിയായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഡ്രൈവർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഡ്രൈവറെ കൂട്ടിയിട്ട് വേണം നമുക്കിനി നേരെ റൂമിലോട്ട് പോകാൻ വേണ്ടി കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങിയായിരുന്നു. ഇനി നമ്മുടെ ടാക്സി എവിടെയാണെന്നുള്ളതൊന്ന് നോക്കട്ടെ. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടാക്സിയൊക്കെ ഒത്തിരി കിട്ടും. എങ്ങനെ നമുക്ക് മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് ഉണ്ടാവും. ബസ് വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ഇച്ചിരി നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാബുണ്ട്. അപ്പം ഗ്രാബ് നമുക്ക് നമ്മുടെ ഫോണിൽ ഗ്രാബിൻ്റെ ആപ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാബ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. മെട്രോ ഉണ്ട്, മെട്രോ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സോളോ ട്രാവൽ ബഡ്ജറ്റായിട്ട് നമ്മൾ ബഡ്ജറ്റ് കുറച്ചൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സൊക്കെ യൂസ് ചെയ്യാം, മെട്രോ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ എത്തിയായിരുന്നു കേട്ടോ.
കിങ്സ്റ്റൺ ഹോട്ടൽ എന്നാണ് പേര് കേട്ടോ. ഇവിടെ നമ്മൾ മലേഷ്യയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് റിങ്കറ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ രൂപ ഉപയോഗിക്കുന്നു, ഫിലിപ്പീൻസിൽ പെസോ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തായ്ലൻഡിൽ നമ്മൾ തായ് ബാത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മലേഷ്യയിൽ റിങ്കറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ റിങ്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഇത് 100 രൂപയുടെ റിങ്കറ്റാണ് കേട്ടോ. 100 റിങ്കറ്റാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഒരു റിങ്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 22.1 ഒരു റിങ്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വന്നിട്ടൊരു വയലറ്റ് കളറ് നോട്ടാണ് കേട്ടോ, അടിപൊളി നോട്ടാണ്. ഇതിലവരുടെ ദേശീയ എംബ്ലമായ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ഫ്ലവറിൻ്റെ പടമുണ്ട്. പിന്നെ അവരുടെ ബാങ്കിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിൽ റിങ്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് 50 ആണ് കേട്ടോ. ഇത് വന്നിട്ട് 50യുടെ റിങ്കറ്റാണ്. ഇതിലും അവരുടെ ദേശീയ എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേളിൽ എന്തോ ബാക്കിൽ ഒരു പനയുടെ എന്തോ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല അത്. പിന്നെ അവരുടെ ഏതോ ഒരു രാജാവിൻ്റെ പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അടിപൊളി കളറാണ് കേട്ടോ. ഈ നോട്ടുകളെല്ലാം അടിപൊളി കളറാണ്. പിന്നെ ഉള്ളത് 20ൻ്റെ റിങ്കറ്റ് എൻ്റെ കയ്യിലില്ല, അത് ചിലവായിപ്പോയി കേട്ടോ. ഇത് വന്നിട്ട് 10 റിങ്കറ്റാണോ, അത് 10 റിങ്കറ്റാണ്. ഇത് വന്നിട്ടൊരു ഓറഞ്ച് കളറ്, ഓറഞ്ചും യെല്ലോയും ഒക്കെ കൂടിയുള്ള മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു നോട്ടാണ് കേട്ടോ. അതിലും അവരുടെ എംബ്ലം ഉണ്ട്, ഒരു രാജാവിൻ്റെ പടമുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലും എന്തോ ഒരു ഫ്ലവറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബാങ്കിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. റിങ്കറ്റ് മലേഷ്യ എന്നുള്ള ഒരു സംഭവം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് പൊളിയാണ് കേട്ടോ. ഈ നോട്ടുകളെല്ലാം കാണാനൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് ഇത് 5ൻ്റെതാണ് കേട്ടോ. 5 റിങ്കറ്റിൻ്റെതാണ്. ഇത് നമ്മുടെ തായ് ബാത്തിൻ്റെ വേറൊരു ഇതുപോലെ ഇരിക്കും. തായ് ബാത്തിൻ്റെ 5 തായ് ബാത്ത് നോട്ടില്ലേ, അതിൻ്റെ അതേ സെയിം ഇതാണ് കേട്ടോ. ഇച്ചിരി സൈസ് ചെറുതാണ്, ഗ്രീൻ കളറാണ് ഈ നോട്ട്. ഇതിലും ഫ്ലവറും രാജാവിൻ്റെ ഒരു പടമുണ്ട്. ഇവിടെ എന്തോ ഒരു സ്കാനിങ് പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു വേഴാമ്പലാണെന്ന് തോന്നുന്നു. വേഴാമ്പലിൻ്റെ ഒരു പിക്ചറൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 1 രൂപയുടെ റിങ്കറ്റാണ്. ഒരു റിങ്കറ്റാണ്, 1 രൂപയല്ല, ഒരു റിങ്കറ്റാണ്. ഇത് വന്നിട്ടൊരു ബ്ലൂ കളറാണ്. ബ്ലൂ കളറും ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ വരുന്ന വൈറ്റുമായിട്ട് മിക്സ് ആയിട്ടുള്ളതാണ്. ഇതിലും ഒരു അവരുടെ രാജാവിൻ്റെ പടം, പിന്നെ ഇതിനകത്ത് ഒരു റിങ്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്തോ ഒരു ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി 1-2 കോയിൻസൊക്കെ ഉണ്ട്. കോയിൻസൊക്കെ എൻ്റെ നിന്ന് ചിലവായിപ്പോയി. അതൊക്കെ ചെറിയ ചെറിയ കോയിൻസ്. പിന്നെ 20ൻ്റെ ഉണ്ടായിരുന്നു, അതും ചിലവായിപ്പോയി. അപ്പോൾ നിങ്ങൾ മലേഷ്യയിൽ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട സംഭവമാണ് ഈ റിങ്കറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്കിത് നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ ഫോറക്സ് കാർഡ് വഴിയോ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പർച്ചേസ് ചെയ്താലേ നമുക്കിവിടെ എക്സ്പെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മലേഷ്യയിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറൻസി എക്സ്ചേഞ്ചുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തിട്ടാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മലേഷ്യയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിക്കാൻ പോയിട്ട് നമുക്ക് മലേഷ്യയിലെ തന്നെ മറ്റു കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, സൈനിങ് ഓഫ്.